പ്രിയ സുഹൃത്തുക്കളെ, ഓരോ വായനയും ഓരോ അർത്ഥതലങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ വിചിന്തനങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെയൊക്കെ നാം സഞ്ചരിക്കുന്നത് പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്കാണ്. നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള വരികളെ നാം കണ്ടെത്തുമ്പോഴാണ് തീർച്ചയായും വായന നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഈ കാലയളവിൽ നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് ഇനി എത്ര ദൂരം എന്ന കവിതാ സമാഹാരമാണ്. മാക്കിച്ചനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇനി എത്ര ദൂരം. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കവി എഴുതിയിരിക്കുന്ന ചില കുറിപ്പുകളുണ്ട്. കവിത തുടങ്ങുന്നതിന് മുമ്പ്, ഒരു സഞ്ചാരിയുടെ യാത്രയാണല്ലോ ജീവിതം. ദൂരങ്ങൾ എത്രയെന്ന് നിശ്ചയമില്ലാത്ത സഞ്ചാരമാണ് പലപ്പോഴും ജീവിതം. നടന്ന ദൂരങ്ങൾക്കും നടക്കാമായിരുന്ന ദൂരങ്ങൾക്കുമിടയിലുള്ള ഇത്തിരി ദൂരം മാത്രമാണ് ജീവിതം. എല്ലാ സഞ്ചാരങ്ങളും ദൂരവ്യത്യാസങ്ങളോടെ ജീവിതമാകുന്ന വഴിയിൽ നടന്നു നീങ്ങുന്നുവത്രേ. ചിലരൊക്കെ ഇത്തിരി ദൂരം, ചിലർ ഇത്തിരി കൂടി ദൂരം, വീണ്ടും ചിലർ കുറേ ദൂരങ്ങൾ. അങ്ങനെ നീളുന്നുവത്രേ യാത്ര. ഈ ജീവിതമാകുന്ന യാത്രയിൽ ഇനി എത്ര ദൂരം? ആ ദൂരത്തിലേക്കുള്ള സഞ്ചാരമാണല്ലോ നമ്മുടെ ജീവിതം. ഈ ദൂരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കുറേ വിഷയങ്ങളുണ്ട്, നമുക്ക് ഓർമ്മിക്കാൻ കുറേ ജീവിതങ്ങളുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകൾ ഒരു കണ്ണാടി പൊട്ടുപോലെ നമുക്ക് മുമ്പിൽ ഈ കവിതകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇനി എത്ര ദൂരം. ഇനി എത്ര ദൂരമെന്ന ഈ കവിതാ സമാഹാരത്തിൽ 23 കവിതകളുണ്ട്. ഈ 23 കവിതകളും 23 വിഷയങ്ങളാണ് നമ്മോട് സംസാരിക്കുന്നത്. ആദ്യത്തെ കവിത സ്വപ്നമെന്ന കവിതയാണ്. സ്വപ്നം. ഒരു സഞ്ചാരിയുടെ യാത്രയാണ് ജീവിതം. അത് സ്വപ്നങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. കാലത്തിൻ്റെ വഴികളിൽ പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയോടെ ഒരുവൻ നടത്തുന്ന യാത്രയാണത്. കൊഴിഞ്ഞ പൂക്കളും വിരിഞ്ഞ പൂക്കളും തീർത്ത വഴിയിൽ നടന്നു ഞാൻ ഒരുപാട് ദൂരങ്ങൾ, ഇടയ്ക്കൊക്കെ വെറുതെ ഇരുന്നെങ്കിലും. കാലം ഒരു സ്വപ്നമെന്നിൽ ഉദിപ്പിച്ചു, യാത്രയായി വഴിയിലെന്നെ തനിച്ചാക്കി, ദൂരങ്ങൾ ദൂരങ്ങൾ താണ്ടണം നീന്ന് എന്ന് ഓതുന്നു സ്വപ്നമെൻ കാതിലും. സ്വപ്നം നമ്മുടെ ജീവിതത്തോട് പറയുകയാണ്, ഇനിയും നിനക്ക് യാത്ര പോകാനുണ്ട്, ഇനിയും നിനക്ക് ദൂരങ്ങൾ താണ്ടാനുണ്ട്. പക്ഷേ ഈ കേൾവി, ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ചോദ്യം. കവി നമ്മോട് ചോദിക്കുകയാണ്, കാലം ഒരു സ്വപ്നമെന്നിൽ ഉദിപ്പിച്ചിട്ടുണ്ട്, യാത്രയായി വഴിയിൽ എന്നെ തനിച്ചാക്കി, ദൂരങ്ങൾ ദൂരങ്ങൾ താണ്ടണം നീ. അത് ഒരു സ്വപ്നമായി എൻ്റെ കാതിലോതുന്നു. ആ സ്വപ്നം എനിക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും കർമ്മ വഴിയിൽ എൻ്റെ ജീവിതം കൂടുതൽ ശോഭയുള്ളതായി മാറുമെന്നാണ് സ്വപ്നമെന്ന കവിത നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിന്നിട്ട വഴികളിൽ മയിൽക്കുറ്റിയും കണ്ടു, പല വഴിക്കുള്ളിലൊരു ചൂണ്ടുപലകയും കണ്ടു ഞാൻ. പക്ഷേ അവയൊന്നും തിരിച്ചറിഞ്ഞില്ല ഞാൻ ഊതിക്കെടുത്തിയ വഴിവിളക്കും. തള്ളി നീക്കാനിനി നാളുകളേറെയെങ്കിലും സമയമെനിക്കൊരു സ്വപ്നം തരുന്നു. ഇല്ല, ഞാനിനിയില്ല കുശലങ്ങൾ ഓതുവാൻ, ഒരു റാന്തൽ വിളക്കുമായി താണ്ടണം മയിലുകൾ. സ്വപ്നം നമുക്ക് മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. ഈ സ്വപ്നത്തിൽ നാം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സ്വപ്നമെന്ന കവിതയിൽ കവി ചോദിക്കുകയാണ്, നിൻ്റെ സ്വപ്നവുമായി, നിൻ്റെ റാന്തൽ വിളക്കുമായി നീ എവിടെ നിൽക്കുന്നു? വിട പറയാൻ സമയമായി. വെളിച്ചം അങ്ങ് അകലെയാകുന്നതാണ് പലപ്പോഴും ഇരുട്ട്. മനുഷ്യത്വവും മാനവികതയും സ്നേഹവും കാരുണ്യവും സാഹോദര്യവും സൗഹൃദവും സത്യവും നീതിയുമൊക്കെ മിഴി അകലെയാകുമ്പോഴേക്കും ഇരുട്ടെത്തുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൽ നിന്ന്
ഈ സ്നേഹവും കാരുണ്യവുമൊക്കെ അണഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇരുട്ട് എത്തുന്നത്. വിട പറയാൻ സമയമായി, വിട ചൊല്ലാൻ ചുറ്റും തിരഞ്ഞു, കണ്ടില്ല ആരെയും ഞാൻ. പിന്നെയൊരു കണ്ണാടി മുമ്പിൽ നിന്ന് ഞാൻ എന്നിലേക്ക് നോക്കി. സംശയമെൻ മനസ്സിലും, ഞാനും പണ്ടെങ്ങോ മരിച്ചിരുന്നോ. വിട പറയാൻ സമയമായി, വിട ചൊല്ലാൻ ചുറ്റും തിരിഞ്ഞു, കണ്ടില്ല ആരെയും ഞാൻ. പിന്നെയൊരു കണ്ണാടി മുമ്പിൽ നിന്ന് ഞാൻ എന്നിലേക്ക് നോക്കി. സംശയമെൻ മനസ്സിലും, ഞാനും പണ്ടെങ്ങോ മരിച്ചിരുന്നോ. സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ, വിശ്വസിക്കാനൊരു ദൈവമില്ലെങ്കിൽ, പിന്നെ ആരെ തിരയണം ഞാൻ? പകൽ അസ്തമിക്കുന്നു, സോദരങ്ങൾ അകലെയായി, കാഴ്ചയില്ലാത്തവൻ ഞാൻ ഓതുന്നു, ഞാനും പണ്ടെങ്ങോ മരിച്ചിരുന്നു. ജീവിതത്തിൽ ഇരുൾ നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് വിട പറയാൻ സമയമായി എന്നുള്ള കവിത നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. കവി പറയുകയാണ്, ഞാനും പണ്ടെങ്ങോ മരിച്ചിരുന്നോ. ഞാനും പണ്ടെങ്ങോ മരിച്ചിരുന്നോ. എൻ്റെ ജീവിതത്തിൽ നിന്നും പ്രകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്നും സ്വപ്നങ്ങൾ അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംശയത്തിൻ്റെ ധ്വനി കവിതയിലുണ്ട്. ഞാനും പണ്ടെങ്ങോ മരിച്ചിരുന്നോ. വഴിയരികിൽ മുറിവേറ്റൊരാൾ. കാരുണ്യത്തിനായുള്ള നിലവിളികൾ എങ്ങും മുഴങ്ങി കേൾക്കുന്നുണ്ട്. കണ്ണടച്ചും കാതുപൂട്ടിയും യാത്ര തുടരുന്നത് കൊണ്ടാവാം ആ മാറ്റൊലി കാതിലെത്താത്തത്. യാത്ര തീരും മുമ്പേ മിഴി തുറന്ന് കാതോർത്തൊരിത്തിരി നേരം ദൂരെ നടക്കാം. ആ നിലവിളിക്കെങ്കിലും ഉത്തരം കൊടുക്കാം. കവിതയുടെ പേര് വഴിയരികിൽ മുറിവേറ്റൊരാൾ. വഴിയരികിൽ മുറിവേറ്റൊരാൾ ഒഴുകിയെത്തുന്നു രക്തം ധാരയായി. കണ്ണുപൂട്ടി കാതുപൂട്ടി കടന്നുപോയി, കാഴ്ചയില്ല കേൾവിയില്ല ജനങ്ങൾ. ചീറിപ്പാഞ്ഞടുക്കുന്ന വണ്ടികൾ, നോട്ടമില്ല കണ്ണുമില്ല അപരനിൽ. വേഗമെത്തണം ആദ്യമെത്തണം, വൈകിയെത്തിയാൽ പിന്നിലാകില്ലേ. വൈകിയെത്തിയാൽ നാം പിന്നിലാകുമെന്നുള്ള ധാരണ കൊണ്ടാകാം നോട്ടമില്ലാതെ കാതു കൊടുക്കാതെ ഓടി ഓടി പരക്കം പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണുപൂട്ടി കാതുപൂട്ടി കടന്നുപോയി, കാഴ്ചയില്ല കേൾവിയില്ല ജനങ്ങൾ. ഒന്നു നിർത്താതെ കണ്ണു തുറക്കാതെ കാഴ്ച നഷ്ടപ്പെട്ട് നീ അകലുമ്പോൾ, കൂടെയിരിക്കുന്ന കുഞ്ഞും കുറിച്ചിടും നെഞ്ചകത്തെങ്ങും കാരുണ്യമരുതേ. ഈ കവിതയിലെ മനോഹരമായ 4 വരികളാണ് ഇവ. ഒന്നു നിർത്താതെ കണ്ണു തുറക്കാതെ കാഴ്ച നഷ്ടപ്പെട്ട് നീ അകലുമ്പോൾ, കൂടെയിരിക്കുന്ന കുഞ്ഞും കുറിച്ചിടും നെഞ്ചകത്തെങ്ങും കാരുണ്യമരുതേ. പുതിയ തലമുറയോട് നാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓതിക്കൊടുക്കുകയാണ് ജീവിതത്തിൽ കാരുണ്യമരുത്. കണ്ണുപൂട്ടി കാതുപൂട്ടി കടന്നു പോകുമ്പോൾ കുഞ്ഞുകുട്ടിയോടും നാം പറഞ്ഞു കൊടുക്കുകയാണ്, നെഞ്ചകത്തെങ്ങും കാരുണ്യമരുതേ. ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ ശേഷിപ്പുകൾ സൂക്ഷിക്കരുതെന്ന്. പുതിയ തലമുറയ്ക്ക് കാരുണ്യത്തിൻ്റെ ശേഷിപ്പുകൾ കൈമാറേണ്ടത് ആരാണ്? നമ്മളാണ്. വഴിയരികിൽ മുറിവേറ്റൊരുത്തൻ കിടപ്പുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ആരെങ്കിലുമൊക്കെ തനിച്ചിരിപ്പുണ്ടെങ്കിൽ, കണ്ണു തുറന്ന് കാതു തുറന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് കാരുണ്യത്തിൻ്റെ ശേഷിപ്പുകൾ ജീവിതത്തിൽ കൂടുന്നത്. അങ്ങനെ ഒന്നു നിർത്താതെ കണ്ണു തുറക്കാതെ കാഴ്ച നഷ്ടപ്പെട്ട് നീ അകലുമ്പോൾ, കൂടെയിരിക്കുന്ന കുഞ്ഞും കുറിച്ചിടും നെഞ്ചകത്തെങ്ങും കാരുണ്യമരുതേ. നെഞ്ചകത്ത് കാരുണ്യം ഉണ്ടാകണമെന്ന് കുറിച്ചിടുന്ന നല്ല നാളേക്കുള്ള ഒരു ചോദ്യമാണ് വഴിയരികിൽ മുറിവേറ്റൊരാൾ എന്ന കവിത. മറ്റൊരു കവിതയുടെ പേരാണ് ഓർക്കുന്നുവോ. സൗഹൃദത്തെക്കുറിച്ചാണ്. എവിടെയൊക്കെയോ നാം സൗഹൃദങ്ങൾ മെനഞ്ഞു. അക്ഷരക്കളരിയിൽ, പള്ളിക്കൂടത്തിൽ, അയൽപ്പക്കങ്ങളിൽ, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, പിന്നെ എല്ലാം ഓർമ്മകളിലാണ്. ഓർമ്മകൾ ഉണരുമ്പോഴൊക്കെ കൊതിക്കും സുഹൃത്തിനെ കാണാൻ, അവനെ ഒന്ന് കേൾക്കാൻ. കവിതയുടെ പേര് ഓർക്കുന്നുവോ. ഓർമ്മകൾ ഒരുപാട് മനസ്സിലുദിക്കുമ്പോൾ, ഓർമ്മതൻ തീരത്ത് മിന്നുന്ന താരമായി എന്നും
ഉദിക്കുന്നൊരൻ സുഹൃത്തെ നീ ഓർക്കുന്നുവോ ഈ സുഹൃത്തിനെയും. മറവിതൻ മണിച്ചെപ്പ് കൊട്ടിയടയ്ക്കുന്ന വാതായനങ്ങളെ തള്ളിത്തുറക്കുവാൻ എത്തുന്നു കത്തും സന്ദേശവും, പിന്നെ ഇടയ്ക്കാരോ ഫോൺ വിളിയും. കുറിച്ചിടാൻ വാക്കും സമയവുമില്ലാർക്കും. കാലഹരണപ്പെട്ടുപോയി കത്തും കുറിപ്പും. കണ്ടാലും കേട്ടാലും മതിവരില്ലായ്കയാൽ കൺതുറന്നെപ്പോഴും നോക്കുന്നു നെറ്റിൽ. കൂട്ടുകെട്ടൊക്കെയും തുറന്നിട്ടിരിക്കുന്നു കൂട്ടുകാരാ നീ ഓൺലൈനിലെത്തുവാൻ. കാതോട് കാതോരം ചേർത്തുവച്ചങ്ങനെ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നു. ബന്ധവും സൗഹൃദവുമൊക്കെ വെറും ഓൺലൈൻ ആയി മാറിയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിമർശനവും അതിനെ ഒരു ഹാസ്യവും കലർത്തിയാണ് കവി ഇവിടെ ഈ കവിത ഓർക്കുന്നുവോ എന്ന പേരിൽ എഴുതിയിരിക്കുന്നത്. സൗഹൃദവും ബന്ധവുമൊക്കെ ഏറ്റവും സുഹൃതമായി കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. ഒരു നാളുകൂടി. ഒരു പുലരിയുടെ പുതുമയേ ഉള്ളൂ പലപ്പോഴും പൂക്കൾക്ക്. അതുകൊണ്ടാകാം ഓരോ പൂമൊട്ടും ഒരു പുലരിക്കായി കൊതിക്കുക. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും നമ്മുടെ തൊടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചുമുള്ള മനോഹരമായ ഒരു കവിതയാണ് ഒരു നാളുകൂടി. ഒരു കരം നീട്ടിയൊരിത്തിരി വെള്ളം ഒരു വേളയെങ്കിലും തന്നിരുന്നെങ്കിൽ, ഒരു നാൾ കൂടി എൻ ജീവൻ്റെ താളിൽ ഓർമ്മകൾക്ക് ഉയിരേകുമായിരുന്നു. ഒന്നു ഞാൻ അറിയാതെ ചിന്തിച്ചു പോയപ്പോൾ കണ്ണീർ കണങ്ങൾ താനെ പൊഴിഞ്ഞു. അല്പമെങ്കിലും വെള്ളം എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂക്കൾക്കും അല്ലെങ്കിൽ മറ്റ് ചെടികൾക്കുമൊക്കെ കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, ജീവൻ്റെ താളിൽ ഒരു ദിവസം കൂടി ഓർമ്മകളായി ഞാൻ നിലനിന്നേനെ. കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒരു പുലരിയുടെ പുതുമയേ ഉള്ളൂ പലപ്പോഴും പൂക്കൾക്ക്. അതുകൊണ്ടാകാം ഓരോ പൂമൊട്ടും ഒരു പുലരിക്കായി കൊതിക്കുന്നത്. നമ്മുടെ പൂന്തോട്ടത്തിലും നമ്മുടെ വീട്ടിലുമൊക്കെ വാടി നിൽക്കുന്ന പൂക്കളുണ്ട്, ചെടികളുണ്ട്. ഒരു പുലരി കൂടി കാണാൻ കൊതിയോടെ നിൽക്കുന്ന, ഓർമ്മയിലേക്ക് ഒരു ദിവസം കൂടി കാത്തു സൂക്ഷിക്കാൻ കൊതിക്കുന്ന ആ ചെടികൾക്ക് ഒരൽപ്പം ജലം നൽകാൻ നമുക്ക് സാധിച്ചാൽ അതിന് ജീവൻ്റെ ശേഷിപ്പ് തുടരാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജീവിതവും. ആരുടെയെങ്കിലുമൊക്കെ ജീവിതം വാടി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷയുടെ സ്വപ്നങ്ങളുടെ ജലമൊഴിച്ചാൽ അവ തളിർക്കും. മറ്റൊരു പ്രഭാതം കാണാനുള്ള ഊർജവും മനോഹാരിതയും ആ പൂമുട്ടുകൾക്ക് ലഭിക്കുകയാണ്. ജീവിതവുമായി എന്നാൽ പ്രകൃതിയുടെ ബിംബത്തിൽ ഒന്നിപ്പിച്ച് ഒരു നാളുകൂടി എന്നുള്ള ഈ കവിത മാക്കിച്ചൻ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കരം നീട്ടിയൊരിത്തിരി വെള്ളം ഒരു വേളയെങ്കിലും തന്നിരുന്നെങ്കിൽ, ഒരു നാളുകൂടി എൻ ജീവൻ്റെ താളിൽ ഓർമ്മകൾക്ക് ഉയിരേകുമായിരുന്നു. ഓർമ്മകൾക്ക് ഉയിരേകാൻ നമുക്ക് സാധിക്കട്ടെ. ഓർമ്മകൾക്ക് ഉയിരേകുന്നത് ഒരു കൈ ജലം പൂമുട്ടുകളിലേക്ക്, ചെടികളിലേക്ക്, ജീവനിലേക്ക് ഒഴിക്കുമ്പോഴാണ്. യാത്രയാക്കാനായി എത്തിയില്ലാരും. തിരക്കുകൾ തന്നെ തീർക്കുന്ന യാത്രയിൽ ഒറ്റയ്ക്കൊരു ഭാണ്ഡവും തോളത്തെടുത്ത് യാത്രയാകുന്നു ഞാൻ, യാത്ര ചോദിക്കാതെ. എന്നും തനിച്ചെൻ്റെ മനസ്സിൻ്റെ ഓരത്ത് സ്വപ്നങ്ങളോരൊന്ന് വിരിഞ്ഞു കൊഴിഞ്ഞു. പലരുണ്ട് കൂടെ ഈ യാത്രയിലെങ്കിലും വഴിയിൽ തനിച്ച് ഞാൻ ദൂരങ്ങൾ പിന്നിട്ടു. തണലായി നിന്നവർ പലരുണ്ട് യാത്രയിൽ, പരിചിതരായവർ വഴിയിൽ പിരിഞ്ഞു. ഒരിക്കലായി മാത്രം കണ്ടുമുട്ടി ചിലർ, സൗഹൃദമൊത്തിരി പങ്കുവച്ചെന്നവർ. പിന്നീടൊരിക്കലും കണ്ടില്ലവരെ, യാത്രയിലെന്നോ യാത്ര ചോദിച്ചു. ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയൻ കൂടെ പിറന്നോരും കൂട്ടം പിരിഞ്ഞു. മിന്നുകെട്ടി എൻ്റെ കൂടെ നടന്നവൾ മിന്നുന്ന കാഴ്ചകൾ കണ്ടുമയങ്ങി. തന്നിഷ്ടമോടവൾ പടിയിറങ്ങി, പിന്നെ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ പുരയിൽ കഴിഞ്ഞു. കൂട്ടുകാരൊക്കെയും കൂട്ടം പിരിഞ്ഞു, കൂട്ടുവെട്ടിയവർ കൂട്ടമായി തന്നെ. കീശയിലാണിന്ന് കൂട്ടുകാരൊക്കെ
കാശ് കണ്ടാണവർ കൂട്ടുകൂടുന്നതും. കൂട്ടിവെക്കുന്നത് കാശാണ് മനുഷ്യൻ, കൂട്ടായ്മയെന്നത് കൂട്ടത്തിൽ ഇല്ല. യാത്ര ചോദിക്കാതെ ജീവിതം തുടരുകയാണ്. ഒരു യാത്രയുടെ കഥയാണ് ജീവിതം. ദൂരങ്ങൾ എത്രയെന്ന് നിശ്ചയമില്ലാത്ത യാത്രയാണിത്. സഹയാത്രികരായി വഴിയാത്രയിൽ പലരെ കണ്ടുമുട്ടെങ്കിലും ഏറെ ദൂരങ്ങൾ പിന്നിട്ടതും നമ്മൾ തനിച്ചാണ്. കാലമാകുന്ന ചുവരിൽ ചില അക്ഷരങ്ങൾ കോറിയിട്ട് യാത്ര ചോദിക്കാതെ യാത്രയാകണം എന്നതാണ് പലപ്പോഴും കാലം മുഴക്കുന്ന വിധിവാചകം. ഈ വിധിവാചകം മുഴങ്ങും മുമ്പേ ദൂരങ്ങൾ കുറേ പിന്നിടാൻ നമുക്ക് യാത്ര തുടങ്ങാമെന്നാണ് കവി യാത്ര എന്ന ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഈ കവിതയിൽ കണ്ടുമുട്ടുന്ന പല വ്യക്തികളുണ്ട്. ജീവിതത്തിൽ പങ്കാളിയായ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉറ്റവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഈ യാത്രയിൽ എവിടെയോ ഇവരൊക്കെ പിന്തിരിഞ്ഞു പോവുകയാണ്. യാത്ര ചോദിക്കാതെ അവരിൽ നിന്ന് യാത്രികൻ അകന്നകന്നു പോവുകയാണ്. നമ്മുടെ ജീവിതവും ഇപ്രകാരം തന്നെയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരും തനിച്ചാക്കി പോകുന്നവരുമൊക്കെ കൂടുതലാണ്. കവി പറയുകയാണ്, കൂട്ടായ്മ എന്നത് നമ്മുടെ കൂട്ടത്തിലില്ല. അത് കീശയിലെ കാശിലാണ് ഇന്നത്തെ കൂട്ടായ്മകളൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ബന്ധത്തിൻ്റെ ദൃഢതയും അതിൻ്റെ സൗന്ദര്യവുമൊക്കെ എന്നേ പോയി മറഞ്ഞു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും ഈ യാത്ര എന്ന കവിതയിലുണ്ട്. പൂർവികരെക്കുറിച്ചുള്ള ഒരു കവിതയാണിത്. കാലം കൊളുത്തിയ തിരിയാണ് പൂർവികർ, കത്തിയെരിഞ്ഞവർ കനലായി മാറി. കനലുകളൂതിയ ലോഹം പഴുപ്പിച്ച് കാലമാം തേരിൻ്റെ ചക്രം മെനഞ്ഞു. കോലം തിരിഞ്ഞവർ കോലുപോലായവർ കാലഹരണപ്പെട്ടുപോയെന്നത് കാലം കൊടുത്തൊരു മുദ്ര തന്നെയത്, കാറ്റിൽ പറത്തുവാനാകാത്ത സത്യം. തീരത്തിലെത്തുവാൻ തിരയായെത്തുന്ന തിരമാല തന്നെ ഈ ജീവിതമെന്നത്, തീർപ്പ് കൽപ്പിച്ചൊരാ സത്യമുഖം തന്നെ, തീരുമാനത്തിനോ മാറ്റമില്ലാത്തതും. കാലം കൊളുത്തിയ തിരയാണ് പൂർവികർ, കത്തിയെരിഞ്ഞവർ കനലായി മാറി. തലമുറകളായി മൺമറഞ്ഞു പോയ സുഹൃതാത്മാക്കളാണ് നമ്മുടെ പൂർവികരെല്ലാവരും. അവർ കാത്തുവച്ച സുഹൃതങ്ങളിലൂടെയും അവർ കരുതി വച്ച നന്മകളിലൂടെയും സമാധാനത്തിലൂടെയുമാണ് നമ്മുടെ യാത്ര. വഴിയാത്രക്കാർക്ക് അവർ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തും കെടാവിളക്കുമായി. ഇനിയും യാത്ര തുടരുന്നവർക്കൊക്കെ നടന്നു നീങ്ങാനുള്ള കാൽ ചുവടുകളുമായി അവർ മുമ്പേ നടന്നു നീങ്ങി. നമുക്ക് മുമ്പിൽ നല്ലയൊരു വഴി വെട്ടിയിട്ട് ഇതിലേ വാ, ഇതാണ് വഴി എന്ന് പറയുന്ന രീതിയിൽ മനോഹരമായ ഒരു വഴിയും ഭാവിയും നമുക്ക് മുമ്പിൽ വെച്ചിട്ട് അവർ യാത്രയാകുന്നുണ്ട്. ചോദ്യം ഇതാണ്, നാളെ ഞാനും പൂർവികനാകാനുള്ളതാണ്. ആ ഒരു തലത്തിൽ എൻ്റെ ജീവിതം എന്ത് ശേഷിപ്പുകളാണ് വെച്ചിട്ട് പോകുന്നത്? വാചാലമാകുന്ന മൗനത്താൽ അവരൊക്കെ ഇന്നും സംസാരിക്കുന്നുണ്ട് എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ ജീവിതം കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തെ നോക്കി മറ്റുള്ളവർക്ക് പഠിക്കാനും സംസാരിക്കാനും വാചാലരാകാനുമൊക്കെ എന്താണ് ഞാൻ ശേഷിക്കുന്നത്? കാലം കൊളുത്തിയ തിരിയാണ് പൂർവികർ, കത്തിയെരിഞ്ഞവർ കനലായി മാറി. കനലുകളൂതിയ ലോഹം പഴുപ്പിച്ച് കാലമാ തേരിൻ്റെ ചക്രം മെനഞ്ഞു. കാലം പുതിയ തേരിൻ്റെ ചക്രം മെനയട്ടെ നമ്മുടെ ജീവിതം കണ്ടിട്ട്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു കവിതയാണ് മാറ്റങ്ങൾ. കാഴ്ചയുള്ളവർക്കൊക്കെ കൗതുകം തന്നെ, കാലപ്രയാണത്തിലെത്തുന്ന മാറ്റങ്ങൾ കാണാതെ പോകുന്നു, കൺമറയത്താകുന്നു ഇന്നലെ കണ്ടൊര കാഴ്ചകളൊക്കെയും. കാഴ്ചയുള്ളവർക്കൊക്കെ കൗതുകം തന്നെ, കാലപ്രയാണത്തിലെത്തുന്ന മാറ്റങ്ങൾ കാണാതെ പോകുന്നു, കൺമറയത്താകുന്നു ഇന്നലെ കണ്ടൊര കാഴ്ചകളൊക്കെയും. കാഴ്ചകളും കാഴ്ചപ്പാടുകളുമൊക്കെ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില കാഴ്ചകളൊക്കെ അതിവേഗം കൺമറയത്താകുന്നു, ചിലതൊക്കെ അതിവേഗം മിഴിയോരത്ത് എത്തുന്നു. കാലം അതിനെ മാറ്റം എന്ന് പേരിട്ട് വിളിക്കുന്നു. പലപ്പോഴും പലതും മറന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഫാസ്റ്റ് വേൾഡ്. കണ്ണിനും
കാതിനും കൗതുകമുണർത്തുന്ന കാഴ്ചയൊരുക്കുന്ന കച്ചവടക്കാർ. പെട്ടിക്കടയില്ല, പീടിക തിണ്ണയില്ല, സൂപ്പർ മാർക്കറ്റതിലെല്ലാം ലഭിക്കുന്നു. റെഡിമെയ്ഡ് രൂപത്തിലെല്ലാം ഒരുക്കി പാക്കറ്റിലാക്കി കിട്ടുന്നു ചന്തയിൽ. പാടമില്ല, വരമ്പില്ല, കൊക്കില്ല, കൊറ്റിയില്ല. മണ്ണു നിരത്തി പണിയുന്ന കെട്ടിടം, മരമില്ല, ആൽത്തറയില്ല, തണലിനായി. കേബിളും കമ്പിയും തീർത്ത പോസ്റ്റുകൾ മാത്രം. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മകളിൽ മാത്രം ശേഷിക്കുന്ന ചില നല്ല കാഴ്ചകളും കേൾവികളും മാത്രം മനസ്സിൽ. മറ്റൊരു മനോഹരമായ കവിതയാണ് വഴിപ്പാട്. യാത്ര ഇനി തുടരാൻ എനിക്കാവില്ല, മുന്നിൽ ഒരുപാട് മുൾപടർപ്പുകൾ. നടന്നു നീങ്ങാൻ ഇനി വഴിപ്പാടുകളില്ല, നടക്കുന്നിടത്തൊക്കെ വഴിപ്പാടുകൾ. വെട്ടി നീക്കണം മുൾപടർപ്പുകളേറെ, വഴി തെളിക്കണം യാത്ര തുടരാൻ. ആരോ തെളിച്ച വഴിയിൽ പിന്നിട്ട് ദൂരങ്ങൾ ഒരുപാട് ഇങ്ങിവിടം വരെ. ഉള്ളിലെവിടെയോ ഒരു സ്വരം കേട്ടു, വെട്ടി നീക്കുക വഴി തെളിക്കുക. പിന്നിലൊരുപാട് യാത്രികർ നിൻ്റെ കാൽച്ചുവടുകൾ തേടിയെത്തിടും. മനോഹരമായ ഒരു കവിതയാണിത്. ആരൊക്കെയോ നടന്ന കുറേ ദൂരങ്ങൾക്ക് വഴിയെന്ന് പേരിട്ട് നാം വിളിക്കുന്നു. ചിലരൊക്കെ നടന്ന വഴികൾക്ക് അല്ലെങ്കിൽ ചിലരൊക്കെ പോയ ദൂരങ്ങൾക്ക് വഴി എന്ന പേര് കൊടുത്ത് നാം വിളിക്കുകയാണ്. ഓരോ വഴിയുടെയും പിന്നിൽ ഓരോ ചരിത്രമുണ്ടത്രേ. ആരുടെയൊക്കെയോ വിയർപ്പുതുള്ളികൾ, രക്തത്തുള്ളികൾ, പിന്നെ കാൽപ്പാടുകൾ, അങ്ങനെ നീളുന്നുവത്രേ ഈ ചരിത്രം. യാത്ര ഇനി തുടരാൻ എനിക്കാവില്ല, മുന്നിൽ ഒരുപാട് മുൾപടർപ്പുകളുണ്ട്. നമുക്ക് മുമ്പേ പോയവർ വെട്ടി നീക്കിയ മുൾപടർപ്പുകൾക്ക് ശേഷം അവർ സഞ്ചരിച്ച ആ ദൂരത്തിൻ്റെ പേരാണ് വഴി. ഉള്ളിലെവിടെയോ ഒരു സ്വരം കേൾക്കുന്നതായി കവി ഇവിടെ കുറിക്കുന്നുണ്ട്. വെട്ടി നീക്കുക വഴി തെളിക്കുക, പിന്നിലൊരുപാട് യാത്രികർ നിൻ്റെ കാൽച്ചുവടുകൾ തേടിയെത്തിടും. എനിക്ക് ശേഷവും നിരവധി പേർ എൻ്റെ പിന്നാലെ വരേണ്ടതുണ്ട്. അപ്പോൾ വഴി തെളിക്കേണ്ടവൻ ഞാനാണ് എന്നുള്ളതാണ് സത്യം. മുന്നിൽ ഒരുപാട് ചുവട് വയ്ക്കാൻ വെട്ടിത്തെളിക്കണം മുൾപടർപ്പുകൾ ഏറെ. ദുരന്തങ്ങളും ദുസ്സഹമായ സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് മുമ്പിൽ വരുമ്പോൾ മുൾപടർപ്പുകളാകുന്ന ആ സാഹചര്യങ്ങളെ വെട്ടി നീക്കി മുൻപോട്ട് പോകാൻ എനിക്ക് ത്രാണിയുണ്ടാകണം എന്നുള്ളതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. അവിടെയാണ് വഴിപ്പാട് തെളിഞ്ഞു കിട്ടുന്നത്. എൻ്റെ ജീവിതം വഴിപ്പാട് തീർക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വഴിപ്പാട് തീർക്കുന്നതാണെങ്കിൽ അവൻ്റെ ജീവിതത്തിന് വഴി തെളിക്കുന്ന വിധം അല്ലെങ്കിൽ അവന് സഞ്ചരിക്കാവുന്ന വിധത്തിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു വഴി എന്നിലൂടെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഉള്ളിലെ സ്വരത്തിന് ഞാൻ ഉത്തരം കൊടുക്കുന്നത്. വെട്ടി നീക്കുക വഴി തെളിക്കുക. വെട്ടി നീക്കാം മുൾപടർപ്പുകൾ, വഴി തെളിക്കാം നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്ര കൊണ്ട്. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, സാമൂഹിക ചുറ്റുപാടുകളെയൊക്കെ കോർത്തിണക്കി കവി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് പെണ്ണ്. പെണ്ണെന്നതിൻ്റെ പേരിൽ മാത്രം പിറക്കാതെ പോയ ജന്മങ്ങളേറെ, പിറന്നിട്ടും മിഴികളിൽ കണ്ണുനീർ തോരാത്ത ജന്മങ്ങൾ ഏറെ. അമ്മയമ്മൂമ്മ കാമുകി ഭാര്യ വേണം, മകളെ പെറ്റുനോക്കാൻ മടിക്കുന്നിവർ. പെണ്ണെന്ന കാരണത്താൽ പിറക്കാൻ കഴിയാതെ ചിറകറ്റ പക്ഷികളേറെ. സ്ത്രീ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെണ്ണിന് പിറവി കൊടുക്കാൻ മടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് പെണ്ണെന്ന കവിത. ഒരു പെണ്ണെന്ന കാരണത്താൽ പിറക്കാതെ പോയ ജന്മങ്ങളേറെയുണ്ട് എന്ന് കവി ഓർമ്മിപ്പിക്കുമ്പോൾ, പിറന്നിട്ടും കണ്ണുനീർ തോരാത്ത മിഴികളും നിരവധിയുണ്ട് എന്നുള്ളതാണ് സത്യം. മിഴി നിറയുമ്പോഴൊക്കെ കരളിൽ നിറയുന്ന അമ്മയാണവൾ. മിഴിയടയ്ക്കാതെ കാത്തിരിക്കുന്നൊരു ഭാര്യയാണവൾ. മിഴി നനയാതെ ഓമനിക്കുന്ന മകളാണവൾ. എന്നിട്ടും ചില ഇടനാഴികളിലൂടെ കേൾക്കുന്നത് മുഴുവൻ അവളുടെ രോദനങ്ങളാണ് എന്നാണ് കവി ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കവി ഈ പെണ്ണെന്നുള്ള കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കെട്ടുമുറുക്കിയ സാമൂഹിക ചട്ടങ്ങൾ നട്ടല്ലൊടിക്കുന്നു പെൺപിറന്നാൾ. പൊന്നു വേണം പിന്നെ സ്ത്രീധനം വേണം സുമംഗലിയായി പറഞ്ഞയക്കാൻ. കാഴ്ചകൾ ഒരുപാട് മാറി ഈ കാലത്ത്,
കാട്ടിത്തരുന്നു പെൺമഹത്വം. എങ്കിലും ഇടയ്ക്കൊക്കെ കേൾക്കാം രോദനം ഇടനാഴിയിൽ എവിടെ നിന്നോ. നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്നും, ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, കഥകളിൽ നിന്നും, വാർത്തകളിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നുമൊക്കെ നാം വായിച്ചെടുക്കുന്ന മഹത്വങ്ങളുണ്ട് സ്ത്രീയെക്കുറിച്ച്, അവളുടെ വിജയങ്ങളെക്കുറിച്ച്, അവളുടെ കീർത്തികളെക്കുറിച്ച്. അതിൽ നാം ആഘോഷിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും ചില ഇടനാഴികളിൽ അവളുടെ രോദനങ്ങളുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതിന് നാം എടുക്കേണ്ട നിലപാടുകൾ എന്താണ്? അതിന് നാം സ്വീകരിക്കേണ്ട ചില ഉത്തരങ്ങളുണ്ട്. അതിന് നാം കൊടുക്കേണ്ട ചില വെല്ലുവിളികളുണ്ട്. അതാണ് ഈ കവിതയുടെ മർമ്മം. പെണ്ണ് എന്ന ഈ കവിതയുടെ മർമ്മം. പെണ്ണെന്ന കാരണത്താൽ പിറക്കാൻ കഴിയാതെ ചിറകറ്റ പക്ഷികളേറെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ കവിതയുടെ മർമ്മമായി നിൽക്കുകയാണ്. പെണ്ണെന്ന കാരണത്താൽ പിറക്കാൻ കഴിയാതെ പോയ ചിറകറ്റ പക്ഷികളേറെ. അമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയിലൂടെയാണ് ഇനി എത്ര ദൂരമെന്നുള്ള ഈ കവിതാ സമാഹാരം അവസാനിക്കുന്നത്. അമ്മയ്ക്ക് ഒരുമ്മ. അമ്മയ്ക്കൊരുമ്മ, അമ്മയ്ക്കൊരുമ്മ, അമ്മയ്ക്കൊരായിരം ഉമ്മ. മിഴി രണ്ടുമറിയാതെ നിറയുന്ന അമ്മേ, ഓർമ്മകളിൽ അലതല്ലിയുയരുന്ന വേളയിൽ. കുഞ്ഞായിരുന്ന നാൾ കുഞ്ഞിക്കവളത്ത് മുത്തങ്ങൾ തന്നതും ഓർക്കുന്നു ഞാനെന്ന്. കുഞ്ഞിളം വായികൊണ്ട് വാവാ പറയിച്ച് അന്നം കഴിപ്പിച്ചത് ഓർക്കുന്നു ഞാനെന്ന്. മിഴി പൂട്ടുവോളം മിഴിവിളക്കായമ്മ, ഒടുവിലൻ മകനെയെന്നൊടുവിലായി കേട്ടു. യാത്രയായൊരു നാൾ ഓർമ്മയിൽ മറഞ്ഞു. അമ്മതൻ ഓർമ്മതൻ തീരത്തിരുന്നു ഞാൻ ഓതുന്നു മക്കളെ ഒരു വാക്ക് മുറിയാതെ. സ്നേഹമാണമ്മ നോവിച്ചിടല്ലേ, അമ്മയെ മറക്കല്ലേ മക്കളെ സ്നേഹിക്കാൻ. അമ്മ മനസ്സിൻ്റെ നൊമ്പരമാണ് എപ്പോഴും മക്കൾ. നാവിൻ തുമ്പത്ത് മറയാതെ കാലം കുറിച്ചിട്ട നാമം, ഒടുവിലെ നിലവിളിക്കായി നാവിൻ തുമ്പിലെത്തുന്ന നാമം, കാലങ്ങൾക്കു പിന്നിൽ മറയുന്ന സ്നേഹത്തിൻ്റെ ആൾരൂപം, ഓർമ്മകളിലെന്നും ഓടിയെത്തുന്ന ആൾരൂപം. അങ്ങനെ നീളുകയാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ. അമ്മ ബിംബത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ എഴുത്തുകളും സാഹിത്യവുമൊക്കെ. അമ്മ ബിംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇപ്രകാരമുള്ള ഈ എഴുത്തുകളും സാഹിത്യവുമൊക്കെ നമ്മെ സൂചിപ്പിക്കുന്ന, നമ്മെ കൊണ്ടുപോകുന്ന ചില അർത്ഥതലങ്ങളുണ്ട്. അത് വാത്സല്യത്തിലേക്കും സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കുമൊക്കെയാണ്. തീർച്ചയായിട്ടും അമ്മ പൊഴിക്കുന്നതും ഈ ഇറനിലാവ് തന്നെയാണ്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആൾ രൂപമാണ് അമ്മ. മിഴി പൂട്ടുവോളം മിഴിവിളക്കായമ്മ, ഒടുവിലൻ മകനെയൊന്ന് ഒടുവിലായി കേട്ടു. യാത്രയൊരു നാൾ ഓർമ്മയിൽ മറഞ്ഞു. അമ്മതൻ ഓർമ്മതൻ തീരത്തിരുന്ന് ഞാൻ ഓതുന്നു മക്കളെ ഒരു വാക്ക് മുറിയാതെ. അമ്മയുടെ ഓർമ്മകളിലിരിക്കുമ്പോഴാണ് അമ്മ പൊഴിച്ച സുഹൃതങ്ങളും അമ്മ തന്ന സ്നേഹവും പുഞ്ചിരിയും വാത്സല്യവുമൊക്കെ നമ്മുടെ മക്കൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ വാത്സല്യത്തിലേക്ക്, അവൾ പൊഴിച്ച സ്നേഹത്തിലേക്ക്, അവളുടെ കരുണയിലേക്കൊക്കെ നമ്മുടെ ജീവിതവും മാറണമെന്നുള്ള ഒരു ഓർമ്മയാണ് അമ്മയ്ക്കൊരുമ്മ എന്ന കവിത നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ മനസ്സിൻ്റെ നൊമ്പരമാണ് എപ്പോഴും മക്കൾ. മക്കൾ ഇടറുന്നതും മക്കൾ വഴിപിഴയ്ക്കുന്നതും മക്കൾ കലഹിക്കുന്നതുമൊക്കെ കണ്ട് കരയുന്ന ഒരു അമ്മ നമ്മുടെ വീട്ടിലുണ്ട്. തീർച്ചയായിട്ടും ആ നൊമ്പരത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാം. ഒരു വഴിയാത്രയുടെ ദൂരങ്ങൾക്ക് ജീവിതമെന്ന് പേരിട്ട് വിളിക്കുന്നു അത്രേ. സഞ്ചാരികൾക്കൊക്കെ ഓർമ്മകൾ ഉണർത്തി വഴിയെന്നും നിലകൊള്ളുകയാണ്. ചിലരൊക്കെ സാവധാനം നടന്നു നീങ്ങുന്നു, ചിലരൊക്കെ വലിയ ഓട്ടത്തിലാണ്. വീണ്ടും ചിലർ അതിവേഗത്തിൽ വാഹനത്തിൽ പായുന്നു. ഒരു വഴിയോര കാഴ്ചയുടെ ഓർമ്മയായി ജീവിതവും കടന്നു പോവുകയാണ്. കണ്ടുമുട്ടിയവരും കൂടെ നടന്നവരും മുമ്പിലും പിമ്പിലുമായി നടന്നു നീങ്ങിയവരും നടന്നു നീങ്ങുന്നവരുമൊക്കെ സമ്മാനിച്ച ഓർമ്മക്കുറിപ്പ് മാത്രമാണ് നമ്മുടെ ജീവിതം. അത് ഇനി എത്ര ദൂരമെന്ന് നമുക്കറിയില്ല, ഇനി എത്ര ദൂരം പിന്നിടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ പിന്നിട്ട യാത്രകളിലൊക്കെ, ഈ പിന്നിട്ട വഴികളിലൊക്കെ സുഹൃതങ്ങളും നന്മകളും ശേഷിപ്പുകളായി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി എത്ര ദൂരമെന്ന ഈ കവിതാ സമാഹാരത്തിലൂടെ മാക്കിച്ചൻ ഉണർത്തുന്നത്. പലരും കൂടെയുണ്ടെങ്കിലും
യാത്രയുടെ തുടക്കവും ഒടുക്കവും തനിച്ചായിരുന്നു. ചില മുഖങ്ങളിലൊക്കെ ചിരിയുണർത്തി, ചില മിഴികളിലൊക്കെ കണ്ണുനീർ നിറച്ച് തുടക്കവും ഒടുക്കവും കുറിച്ചുവത്രേ. പിന്നിട്ട ദൂരങ്ങൾക്ക് പിന്നിലൊളിപ്പിച്ച ചില ഓർമ്മക്കുറിപ്പുകൾ പോലെ, വഴിയോര കാഴ്ചകൾ പോലെ ഈ കവിതകൾ നമ്മുടെ നെഞ്ചിൽ ഉണരുന്നുണ്ട്. അത് നമ്മെ ആകുലപ്പെടുത്തുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. ഒലിവ് പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മനോഹരമായ കവിതകളിലൂടെ പുതിയൊരു അർത്ഥതലങ്ങളിലേക്ക് മാക്കിച്ചൻ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. 2013 ഈ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നും പ്രസക്തമാണ് ഇതിലെ കവിതകൾ. ഈ 23 കവിതകളും 23 ഓർമ്മകളായി, വിഷയങ്ങളായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ.